ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മാർക്കറ്റ് ഇന്ന് എങ്ങനെയാണ് സമാപിച്ചത് നോക്കാം. അപ്പോൾ നിഫ്റ്റി നല്ല 385 പോയിന്റ്സ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ആയത്. നന്നായിട്ട് കയറിയിട്ടുണ്ട്. മോർണിംഗ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. 21,431 ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഇനിയും ഗ്യാപ്പ് അപ്പ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലും. 22,600 ആ ഒരു ലെവലാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സെൻസസ് 71,941, നിഫ്റ്റി 21,737, ബാങ്ക് നിഫ്റ്റി 45,442. ബാങ്ക് നിഫ്റ്റി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡൗൺ ആണ്. എന്നാലും 45,750 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലേ നമുക്കൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇന്ന് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ONGC ആണ്. ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് സിപ്ല. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി എനർജി സെക്ടർ. വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി FMCG സെക്ടറും ആകുന്നു. ഓക്കെ, സോ ഇതിൽ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ വന്ന ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്ക് ഈ ഒരു ഇൻഫിബീം അവന്യൂസ് ആണ്. സോ ഇത് ഈ ഒരു സ്റ്റോക്ക് 20 റുപ്പീസിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട ഒരു സ്റ്റോക്കാണ്. സോ ഇപ്പോൾ അത് 34 എത്തിയിരിക്കുകയാണ്. അതുപോലെ IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് 60 റുപ്പീസ്. ഇനി അടുത്തത് 80 ആയിരിക്കും ടാർഗറ്റ്. SJVN നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ NBCC 10% കയറിയിട്ടുണ്ട്. ദെൻ PSB 7.65% കയറിയിട്ടുണ്ട്. ഇനി 60 രൂപയായിരിക്കും ടാർഗറ്റ് വരുന്നത്. പിന്നെ വക്രാഞ്ചി ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലാണ്. ഓക്കെ, അതുപോലെ റിലയൻസ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ്. റിലയൻസ് ആണ് ഇന്ന് കയറിയത്. അതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി ഇനിയും ഉയരത്തിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. 7% കയറിയിട്ടുണ്ട്. സോ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഈ സ്റ്റോക്കിലൊക്കെയാണ് വന്നത്. സോ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ നോക്കുന്നതിന് മുന്നേ ഫെബ്രുവരി മന്ത് ഒരു 10 സ്റ്റോക്കിൽ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. മിനിമം 15% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫെബ്രുവരി മന്തിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. ഓക്കെ, റിലയൻസ് ഇൻഡസ്ട്രീസ് 2,896 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2,900 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് 2,610. 7% വരെ ഉയരാൻ സാധ്യതയുണ്ട്. 4 വീക്സിനുള്ളിൽ ടാർഗറ്റ് റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. സെക്കൻഡ് സ്റ്റോക്ക് ഫെബ്രുവരി മന്തിൽ നല്ല റിട്ടേൺസ് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു HFCL. ഓക്കെ, ഇപ്പോൾ 103 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 122 ടാർഗറ്റ് റീച്ച് ആവും. 95 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. സോ ഈ ഒരു സ്റ്റോക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിൽ 4th പ്ലേസിലാണ് വരുന്നത്. സോ 4 വീക്സിൽ വിത്തിൻ 4 വീക്സിൽ 15% വരെ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം. സെക്കൻഡ് സ്റ്റോക്ക് സാമർദ്ദന മദേഴ്സൺ ഇൻ്റർനാഷണൽ ഈ ഒരു സ്റ്റോക്കാണ്. സോ 116 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 124 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് 110. 1 മന്ത് മാക്സിമം ടൈം ഫ്രെയിം. സോ 8% വരെ ഉയരാൻ സാധ്യതയുണ്ട്. തേർഡ് സ്റ്റോക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, സെയിം 120 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 130 ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് 114. 4 വീക്സിനുള്ളിൽ 9% ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. പിന്നെ സൊമാറ്റോ ഇപ്പോൾ കറൻ്റ്ലി 136 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 145 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് 130 വയ്ക്കുക. 4 വീക്സിനുള്ളിൽ 7% വരെ ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ NMDC. ഓക്കെ, NMDC ഇന്നിപ്പോൾ 1.75% കയറിയിട്ടുണ്ട്. 221. 240 ആയിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 209. 1 മന്തിനുള്ളിൽ 11% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ BHEL 221 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 250 ടാർഗറ്റ്.
204 സ്റ്റോപ്പ് ലോസ് വെക്കുക. 1 മന്തിനുള്ളിൽ 14% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ നാട്കോ ഫാർമ 880 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 945 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 4 വീക്സിനുള്ളിൽ 9% കയറും. സ്റ്റോപ്പ് ലോസ് 825 വയ്ക്കുക. ദെൻ ഇപ്ക ലബോറട്ടറീസ് 1133 ആണ്. സോ 1200 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 1075 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 1 മന്തിനുള്ളിൽ 8% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ GE ഷിപ്പിംഗ്, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ്. സോ 1031 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1110 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 960 ഇന്ത്യ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 1 മന്തിനുള്ളിൽ 10% ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 10 സ്റ്റോക്കിലാണ് ഫെബ്രുവരി മന്തിൽ നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയാണ്. ഓക്കെ, 10 to ഒരു 15% വരെ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി സ്വിംഗ് ട്രേഡിങ്ങിന് അല്ലാതെ ടെക്നിക്കലായിട്ട് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് സൺ ടി വി. സോ സൺ ടി വി നെറ്റ്വർക്ക് 663 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 730 വരെ പോകാൻ സാധ്യതയുണ്ട്. 900 ലോങ് ടേം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ 10 to 40% വരെ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇലക്ഷൻ ബേസ്ഡ് സ്റ്റോക്കാണ് സൺ ടി വി. അതുപോലെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 447 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 500 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 11 to 12% വരെ ഉയരാൻ സാധ്യതയുണ്ട്. 70 പോയിന്റ്സ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ എം സി എക്സ് നോക്കുകയാണെങ്കിൽ 3415 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 4000 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 17% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് 4074 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 4700 വരെ പോകാൻ സാധ്യതയുണ്ട്. 16% റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ അംബുജ സിമെൻറ്റ്സ് 574 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 680 ടാർഗറ്റ്. സോ 18 to 19% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു 5 സ്റ്റോക്കിലാണ് സ്വിംഗ് ട്രേഡിങ് വിത്തിൻ 2 weeks to 1 month. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു 15 സ്റ്റോക്കുകളോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഈ സ്റ്റോക്കിലല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിൽ നല്ല ബ്രേക്ക്ഔട്ട് തരുമെന്നുള്ളത് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിലും ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.